ഈ 6 ആക്ടിവിറ്റിയിൽ നിന്നും നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് 18 19 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. കണ്ടന്റിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിന്റെ ഇരട്ടി നിങ്ങൾക്ക് എന്തായാലും നമ്മളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഈ മാർക്ക് കിട്ടി, ഞാൻ പഠിച്ചതേ വന്നുള്ളൂ എന്ന് അവർ പറയും. ഞങ്ങൾക്ക് തന്നാൽ മതിയാവും നിങ്ങളുടെ കുട്ടികളെ, ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു. സാധാരണയായി ഏതൊരു വീഡിയോ സ്റ്റാർട്ടിങ്ങിലും ഞാൻ പറയാറ് ഹേ മക്കൾ സുഖല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു തുടങ്ങാറ്. ഇത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് പറയുന്നില്ല. ബിക്കോസ് ഇത് എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് നിങ്ങളുടെ പാരൻസിനൂടെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിന്റെ തുടക്കം മുതൽ മിസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലെ. നമ്മളുടെ തുടക്കത്തെ ഓറിയന്റേഷൻ മുതൽ, തുടക്കത്തെ ലൈവ് മുതൽ ഈ ഒരു ടൈം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആനുവൽ എക്സാമിന്റെ അവസാനത്തെ സക്സസ് സെലിബ്രേഷൻ വരെ മിസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കുട്ടികളോട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ പാരൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. സോ ഈ ഒരു വീഡിയോ അവസാനം വരെ ഒന്ന് കാണാം. കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് എൻ്റെ മക്കൾ വലിയൊരു കംഫർട്ട് സോണിനാണ് ഇനി നിങ്ങൾ 8ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് പോകാൻ പോകുന്നത്. ഈ ഒരു 7ാം ക്ലാസ്സിൻ്റെ കംഫർട്ട് സോൺ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് 6 ആക്ടിവിറ്റിയാണ് നിങ്ങൾ ഒരു എക്സാമിന് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 6 ആക്ടിവിറ്റിയും ചിലപ്പോൾ ടീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയും ചെയ്യും. ഈ ആക്ടിവിറ്റി ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ചെറിയ ചെറിയ ക്ലൂകളും ഒക്കെ തരും. എന്നാൽ 8ാം ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു ലോകത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഹൈസ്കൂൾ കുട്ടികളായതാണ്. ഹൈസ്കൂളിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയാം? ഈ 6 ആക്ടിവിറ്റിയിൽ നിന്നും നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് 18 19 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. 40 മാർക്കിന്റെ എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മളുടെ ബേസിക് സയൻസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് മാറി നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യും. ഇതെല്ലാം ഓരോന്നും 20 മാർക്കിന്, അതായത് ബേസിക് സയൻസ് നിങ്ങൾക്ക് 60 മാർക്കിനാണ് നിങ്ങൾ എഴുതുക. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ഇനി കണ്ടന്റിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ഞാൻ വെറുതെ പറ്റിക്കുന്നില്ല, കണ്ടന്റിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിന്റെ ഇരട്ടി നിങ്ങൾക്ക് എന്തായാലും നമ്മളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അത് മാത്സ് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ബേസിക് സയൻസ് ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെയാണ്. എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് 8ാം ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു ലോകത്തേക്ക് കയറുമ്പോൾ അന്നായിരിക്കും നിങ്ങളോട് ടീച്ചർ പറയാ ഇതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഇപ്പോൾ എനിക്ക് പറ്റൂലല്ലോ എന്ന് പറയുന്ന ആ ഒരു ഞെട്ടൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് മിസ് ആദ്യമേ പറഞ്ഞിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് വരുന്നത്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് ഇനി പാരൻസിനോടാണ് പറയാനുള്ളത്, ഇവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? അതാണ് ഇവരുടെ വെക്കേഷൻ എന്ന് പറയുന്നത്. വെറുതെ ഫുള്ള് സൽക്കാരങ്ങളും കല്യാണങ്ങളും ടൂറുകളും മാത്രം ആക്കാതെ ഒരു അരമണിക്കൂറെങ്കിലും 8ാം ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇവരൊന്ന് സെറ്റപ്പാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ സെറ്റപ്പാക്കി നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും 8ാം ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു പടി കയറുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളുടെ ആ ഒരു സങ്കടമോ കരച്ചിലോ നിങ്ങൾ കാണേണ്ടി വരില്ല. അല്ലെങ്കിൽ അവരെന്തായാലും തളരും. ആ ഒരു സമയം എത്തുമ്പോൾ 8ാം ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു പടി കയറുന്ന സമയത്ത് എന്തായാലും ഇവർ ഫോർ ഷുവർ ഇവർ തളരും. ഇവർക്ക് പണ്ടത്തെ പോലെ ആ ഒരു കെയറിങ് ചിലപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ആ ഒരു അത്ര ഈസിനെസ് ഇവർ പഠിക്കുന്നതിലും ഇവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വെക്കേഷനിൽ ഇവരുടെ ലെവൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മാത്സ് എടുക്കുകയാണെങ്കിൽ ഇവർ മാത്സിൽ ഇവരെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അഡീഷൻ, അതായത് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കുക. പല കുട്ടികൾക്കും ഹരണം, ഡിവിഷൻ കുറച്ച് ബാക്കോട്ടാണ്. 7ാം ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയെങ്കിലും അവരെ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഞങ്ങൾക്ക് അവിടെ എത്തിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ 8ാം ക്ലാസ് എന്ന് പറയുന്നത് അവർക്ക് ഇതും കൂടെ പഠിക്കാനുള്ള നേരം അവിടെ ഉണ്ടാവില്ല. അത്രയും വലിയ കണ്ടന്റാണ് ഇവരുടെ മുന്നോട്ട് വരുന്നത്. നമ്മളുടെ മാത്സ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ തുടങ്ങുന്നത് തന്നെ സ്ക്വയേഴ്സ്, ഈക്വൽ, ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്ന കുറച്ച് വൃത്തികെട്ട ചാപ്റ്റേഴ്സ് എന്ന് തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഇവർക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ബേസിക് ആയിട്ടുള്ള ഈ ഓപ്പറേഷൻസ് ഒക്കെ ഇവർക്ക് അറിയണം. ഇനി നമ്മളുടെ ഫ്രാക്ഷൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. ഫ്രാക്ഷൻസ് നമ്മളുടെ കുട്ടികൾക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും അതുപോലെ ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും അറിയോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി ഡെസിമൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ, ദശാംശ സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഡെസിമൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് ഇവർക്ക് അറിയോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കണം. അതുപോലെ മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മാത്സിന്റെ ബേസിക് ഓപ്പറേഷൻസ്, മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് അറിയാന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു 2 മാസത്തിൽ ഉറപ്പുവരുത്തണം. ഇത് അറിയില്ല എങ്കിലും നിങ്ങളൊന്ന് അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊന്ന് അവർക്ക്
ഒരു അരമണിക്കൂറെങ്കിലും അതിൻ്റെ കോച്ചിങ് നിങ്ങൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം, അവർ ഉയർത്തിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 8ാം ക്ലാസ്സിൽ, ചിലപ്പോൾ 7ാം ക്ലാസ്സിൽ എവിടെയൊക്കെ നമുക്ക് പോയിട്ടുണ്ടാവും. 8ാം ക്ലാസ് എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. 7ാം ക്ലാസ്സിൽ എന്താണോ പഠിച്ചിട്ടുള്ളത് 7ാം ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടില്ലായിരുന്നോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ 7ാം ക്ലാസ്സിൽ കുറേ ഇവരോട് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഉയർത്തിയെടുത്തിട്ട് നിങ്ങൾ ഈ ഒരു വെക്കേഷൻ അവരെ കൊണ്ടുവരണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇംഗ്ലീഷ് കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയും എന്നുള്ളതും ഗ്രാമർ കുറച്ചൊക്കെ അവർക്ക് അറിയും എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹിന്ദിയിലും എഴുതാനും വായിക്കാനും, അതുപോലെ ഇവർ ഇതുവരെ പഠിച്ചിട്ടുള്ള ഡിസ്കോഴ്സസ് ഉണ്ടാവും, ഡയറി, ലെറ്റർ, അങ്ങനത്തെ പോലത്തെ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർക്ക് എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തണം. ഈ കാര്യങ്ങൾ ചില പാരൻസിനുണ്ടാവും, ചിലപ്പോൾ അവർക്ക് ഇത് നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്തൊക്കെ ഞങ്ങളിപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങൾ ഈ ഒരു ടൈമിന് കൊടുക്കണം എന്ന് ഐഡിയ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നേക്ക്, ഞങ്ങൾ നോക്കിക്കോളും നിങ്ങളുടെ കുട്ടികളെ. ഏപ്രിൽ 6 മുതലാണ് ഞങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഒരിക്കലും കുട്ടികളെ ആദ്യം തന്നെ 8ാം ക്ലാസ്സിൽ മാത്സ് ആണെങ്കിൽ ആദ്യം ഞങ്ങൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞങ്ങൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചാപ്റ്ററിലേക്ക് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. ഇവരെ നല്ലോണം ഒന്നും ഇറുക്കിയെടുത്ത്, അതായത് നിങ്ങൾക്ക് ബേസിക് ഒന്ന് പഠിപ്പിച്ച് തന്ന് നിങ്ങളുടെ ബേസിക്കിൻ്റെ ക്ലാസ് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബേസിക് ക്ലാസ്സസ് ഒക്കെ കൊടുത്ത് ബേസിക് ഒക്കെ നന്നായി പഠിപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് ഓരോ ചാപ്റ്റേഴ്സും എടുക്കുന്നത്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എൻ്റെ കുട്ടികൾ പഠിച്ച് കഴിയുമ്പോഴും ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓരോ വീഡിയോ കഴിയുമ്പോഴും അത് പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതൊന്ന് ചുരുക്കി വൺ ഷോട്ട് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ഓരോ ചാപ്റ്ററും തറോ ആയിട്ട് അവർ പഠിപ്പിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. ഇനി എവിടെയെങ്കിലും അവർ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ അവർക്ക് അറിയില്ല എങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് മാത്സ് ആണ് അറിയാത്തതെങ്കിൽ മാത്സ് ക്ലബ്ബ്, ഇനി ഹിന്ദിയാണ് അറിയാത്തതെങ്കിൽ ഹിന്ദി ക്ലബ്ബ്, അങ്ങനെ ക്ലബ്ബുകളും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നാൽ മതി നിങ്ങളുടെ കുട്ടികളെ, ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു. ഞങ്ങൾ ആ കുട്ടികളെ 0 ആണെങ്കിലും ഹീറോ ആക്കി മാറ്റിയിട്ടേ നിങ്ങളുടെ മുന്നിലേക്ക് തരുള്ളൂ. ഞാൻ ഒരു ഉറപ്പ് തരാണ്, നിങ്ങൾ എന്നെ 7ാം ക്ലാസ്സിൻ്റെ തുടക്കം മുതൽ ഇവരുടെ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഉറപ്പാണ്, ഇവർ 8ാം ക്ലാസ്സിൽ നമ്മളുടെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ ഒരിക്കലും അവർ നിരാശപ്പെടാൻ പോകുന്നില്ല. 8ാം ക്ലാസ്സിൽ ഒരിക്കലും നിങ്ങളുടെ കുട്ടികൾ തല താഴ്ത്തി നിന്നിട്ട് എനിക്ക് ഇത്രേ ഉമ്മ മാർക്കുള്ളൂ, എനിക്ക് ഇത്രേ അമ്മ മാർക്കുള്ളൂ എന്ന് അവർ പറയാൻ പോകുന്നില്ല. ഈ മാർക്ക് കിട്ടി, ഞാൻ പഠിച്ചതേ വന്നുള്ളൂ എന്ന് അവർ പറയും. നിങ്ങൾക്കിനി ഇവരെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവരെ ഫോളോ ചെയ്യാൻ ഞങ്ങൾക്ക് മെൻറ്റേഴ്സ് ഉണ്ട്. അവർ വിളിക്കും ഇവരെ, പഠിച്ചിട്ടുണ്ടോ, റെഡി ആണോ, ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടോ, ഈ ടീച്ചർ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് മെൻറ്റേഴ്സ് ഉണ്ട്. ഇനി ഞങ്ങളുടെ നമ്പേഴ്സ് ഒക്കെ ഇവരുടെ കയ്യിലുണ്ടാവും. ഏത് നേരത്തും അവർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ചോദിക്കണമെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ്. എല്ലാം ഇനിയിപ്പോൾ പെട്ടെന്ന് ഇവർക്കൊരു ഡൗട്ട് വന്നാൽ അത് പെട്ടെന്ന് ഇവർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡാപ്റ്റ് AI ടെക്നോളജി, അതായത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് AI ഒക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ കുട്ടികളൊക്കെ എന്തൊക്കെ വേണോ അതൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ബാച്ച് പോകുന്നത്. ഞാൻ ആദ്യമേ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ 8ാം ക്ലാസ് തുടങ്ങിയതിന് ശേഷം ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ ഒരു കുട്ടികൾ എന്ന് പറയുന്നത് അത്രയും പ്രിയപ്പെട്ട കുട്ടികളാണ് ഞങ്ങൾക്ക്. 7ാം ക്ലാസ്സിൽ അത്രയും അടിപൊളിയായിട്ട് പഠിച്ചു പോയ മക്കളാണ്. അപ്പോൾ ഈ 8ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് അവരൊരിക്കലും താഴ്ന്നു നിൽക്കാനോ അല്ലെങ്കിൽ അവരൊരിക്കലും തല താഴ്ത്തി നിൽക്കാനോ അവരൊരിക്കലും സങ്കടപ്പെടാനോ പാടില്ല. ഞാൻ ആദ്യം ഇവിടെ ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തുക്കളെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു തന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏപ്രിൽ 6-ന്, അതായത് ഈ ഒരു 2 മാസം മുന്നേ ഞങ്ങൾ ക്ലാസ്സസ് തുടങ്ങാന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് സൽക്കാരങ്ങളും കല്യാണങ്ങളും ഒക്കെ വരുന്നുണ്ടാവും. ആ സൽക്കാരങ്ങളെയും കല്യാണങ്ങളെയും ഒന്നും ബാധിക്കുന്ന രീതിയിലല്ല 1 മണിക്കൂറൊക്കെ നമ്മൾ ക്ലാസ്സസ് തരുള്ളൂ. ആ 1 മണിക്കൂർ നിങ്ങളൊന്ന് കുട്ടികളെ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അവർ ആ റൂട്ടിൽ കയറിക്കോളും. ബാക്കിയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയും അതുപോലെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയും ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഞാനൊരു രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിടുക. നമ്മളിപ്പോൾ ഓഫേഴ്സ് ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ട് നിങ്ങളുടെ മക്കൾ അങ്ങോട്ട് തരിക. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റവും അവരെ ചാമ്പ്യൻ ആക്കിയിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇനി ഉറക്കുള്ളൂ.